ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അനിമ. ഇന്നത്തെ നമ്മുടെ വീഡിയോ യെല്ലോ ഫ്ലവേഴ്സ്, അതായത് അഡീനിയം യെല്ലോ ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അത് ഒരു 1-2 മാസം മുമ്പ് എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു. യെല്ലോ ഫ്ലവേഴ്സ് മാത്രം ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആ സമയത്ത് പൂക്കള് അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇപ്പൊ ഇപ്പൊ ഫ്ലവറിങ് സീസൺ ആണല്ലോ. അപ്പൊ ഓരോരുത്തര് ഫ്ലവർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവരുടെ ഒക്കെ വീഡിയോസ് എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ചിലവര് ഒട്ട് വിരിയാറായിട്ടൊക്കെ നിൽക്കുള്ളൂ. അപ്പൊ അത് ഞാൻ എന്റെ പിക്സ് ഒക്കെ ഇടാം. ഇത് എന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ സുന്ദരിയാണ് കേട്ടോ. നമ്മള് ഫ്ലവേഴ്സ് ലവേഴ്സിന് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു യെല്ലോയോടൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഇത് ആദ്യം ഇതൊരു യെല്ലോ ആയിട്ട് ഇങ്ങനെ വിരിയും. ഇപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ, ഈ കളറിൽ വരും. പിന്നെ ഓരോ ദിവസം കഴിയും തോറും കൊഴിയാറാകുമ്പോഴത്തേക്കും ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് കയറി കയറി വരും. അതാണ് ഒരു സുന്ദരി. പിന്നെ ഇതിന്റെ ഐഡി എന്ന് പറയുന്നത് പോപ്കോൺ ആണ്. ഇത് വൈറ്റ് ആണെന്ന് തോന്നും, പക്ഷെ ഇത് അത്ര വൈറ്റ് അല്ല, നമ്മുടെ പോപ്കോണിന്റെ ഒക്കെ ഒരു കളർ. അപ്പോ എനിക്ക് തോന്നുന്നു ഇത് കുറെ ഇങ്ങനെ ബഞ്ചായിട്ട് വിരിയുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ പോപ്കോൺ പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോ പോപ്കോൺസ് ഇരിക്കൂലേ, അതേപോലെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാവും. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇതിന് ഇങ്ങനത്തെ ഒരു ഐഡി വന്നേക്കണത്. പോപ്കോൺ ഇതിന്റെ ഐഡി. ഇത് എന്റെ എപ്പോഴത്തെയും ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരിയാണ്. ഇതാദ്യം വിരിയുമ്പോ ഇങ്ങനത്തെ ഒരു യെല്ലോ, പിന്നെ ഇങ്ങനെ കളർ ഫെയ്ഡായി ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് വരും. ഇതൊക്കെ ഇപ്പൊ നല്ല കൊല്ല കുത്തി എന്റെ കയ്യിലിരിക്കണേ. ഇങ്ങനെയാണ് വിരിഞ്ഞേക്കണത്. പിന്നെ ഇത് ഇവിടെ നിന്നൊക്കെ നിറച്ച് പൂവിട്ടേക്കുണ്ട്. ഇത് നല്ല എപ്പോഴും നമ്മളെ നല്ല രീതിയിൽ അങ്ങോട്ട് സന്തോഷിപ്പിച്ച് നിർത്തും എന്ന് പറയൂലേ, അങ്ങനത്തെ ഒരു സുന്ദരിയാണ്. ഭയങ്കര ഭയങ്കര ഗ്ലാമർ തന്നെയാണ് കാണാനായിട്ട്. എപ്പോഴും മിക്കപ്പോഴും ഇതില് പൂവിടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സുന്ദരി. ഇത് വേറെ ഒരു സുന്ദരി. ഇത് ഒരു ഓറഞ്ച് യെല്ലോ എന്നൊക്കെ പറയാം. നടുക്കൊരു പിങ്ക് ലൈനൊക്കെ ആയിട്ട്. അത് ഇപ്പോ നിറച്ച് പൂവൊക്കെ ഇട്ടതാണ്, എല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് ഒരു യെല്ലോ, ഇതിന്റെ ഫ്ലവർ ഞാൻ പിക്കിടാം. അത് തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത്, കണ്ടില്ലേ, ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പൊ അതിലും വി ഗ്രാഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിറച്ച് മൊട്ട് വന്നിട്ടുണ്ട്. ഇത് എന്റെ ഒരു യെല്ലോ മെറൂൺ ഷെയ്ഡ്. ഇത് വേറെ ഒരു യെല്ലോ മെറൂൺ ഷെയ്ഡ്. ഇതൊക്കെ നിറച്ച് മുട്ടിട്ട് നിൽക്കണേണ്, സീസൺ ആണല്ലോ. പിന്നെ ഇത് നല്ല ഒരു ഡാർക്ക് യെല്ലോ. അതിന്റെ ലാസ്റ്റ് പെറ്റൽസില് അവിടെ ഒരു മെറൂൺ ഷെയ്ഡൊക്കെ ആയിട്ട്. പിന്നെ ഇത് ഒരു യെല്ലോ. പിന്നെ ഇത് ഞാനന്ന് ഗ്രാഫ്റ്റ് ചെയ്തെടുത്തില്ലായിരുന്നു, വി ഗ്രാഫ്റ്റ് ചെയ്ത്. അതിലും ബഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് വേറെ ഒരു സിംഗിൾ പെറ്റൽ. അപ്പൊ സിംഗിൾ പെറ്റൽ, ഇതും ഒരു സിംഗിൾ പെറ്റലാണ്. ഇതും രണ്ടും വേറെ ഡിസൈൻസ് ആണ്. അതിന്റെ പെറ്റൽസിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന്റെ ഇവിടെ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു യെല്ലോ, ഒരു സ്ട്രൈപ്സ് പോലെയൊക്കെ വന്നിട്ട് ഒരു മെറൂൺ ഷെയ്ഡ്, യെല്ലോ മെറൂൺ ഷെയ്ഡ്. പിന്നെ എനിക്ക് കുറച്ചും കൂടി രണ്ട് സിംഗിൾ പെറ്റൽ വെറൈറ്റിയും കൂടി ഉണ്ട്. അതൊന്നും പൂവിട്ടിട്ടില്ല. അപ്പോ ഇത് ഞാൻ ഒരു ഒറ്റ ഫ്രെയിമിൽ കാണിച്ചു തരട്ടെ. ഇതൊക്കെ ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കണേ യെല്ലോ സുന്ദരികൾ.
അപ്പോ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ മഞ്ഞ യെല്ലോ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോ അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.